ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഭൗതികശാസ്ത്രത്തിലെ ആദ്യത്തെ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അളവുകളും യൂണിറ്റുകളും നോക്കാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത്. പക്ഷെ നമ്മളൊന്നും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിട്ടു പോവില്ല. ഓക്കെ. അടിസ്ഥാന യൂണിറ്റുകൾ. എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ? പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. പരസ്പര ബന്ധമുണ്ടാവില്ല, എന്നാൽ മറ്റുള്ള അളവുകൾ ഉപയോഗിച്ച് ഇത്തരം യൂണിറ്റുകളെ അല്ലെങ്കിൽ അളവുകളെ പ്രസ്താവിക്കാൻ കഴിയില്ല. അത്തരം അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നീളം, പിണ്ഡം, സമയം എന്നിവ അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത്, അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതികളുണ്ട്. ഏതൊക്കെയാണ്? CGS സമ്പ്രദായം, അതുപോലെ MKS സമ്പ്രദായം, FPS സമ്പ്രദായം. എന്താണ് CGS എന്ന് പറഞ്ഞാൽ? സെൻറ്റിമീറ്റർ, C ഫോർ സെൻറ്റിമീറ്റർ, G ഫോർ ഗ്രാം, S ഫോർ സെക്കൻഡ്. അങ്ങനെയാണ് CGS എന്ന് പറയുന്നത്. അതുപോലെ MKS എന്ന് പറഞ്ഞാൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നീ അളവുകളിൽ പ്രസ്താവിക്കുന്നതിനെയാണ് MKS എന്ന് പറയുന്നത്. അതുപോലെ FPS എന്നാൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നീ അളവുകളിൽ പ്രസ്താവിക്കുന്നതിനെയാണ് FPS എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ ചുരുക്കെഴുത്താണ് ഈ SI യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് SI യൂണിറ്റ്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ ചുരുക്കെഴുത്താണ് എന്തെന്ന് പറയുന്നത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് 1960 മുതലാണ്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണുള്ളത്? 7 എണ്ണമാണുള്ളത്. SI യൂണിറ്റ് ഉപയോഗിച്ച് അളവ് പ്രസ്താവിക്കുന്നത് എത്ര അളവുകളാണ്? 7 അടിസ്ഥാന അളവുകളെയാണ്. ഇനി SI യൂണിറ്റിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? SI യൂണിറ്റിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ചോദിച്ചിട്ടുള്ളതാണ്. PYQ ആണ്. ഏകീകൃത യൂണിറ്റുകളാണ് ഇവ. എന്താണ്? ഏകീകൃത യൂണിറ്റുകളാണ്. അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്. എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. എല്ലാ ഭൗതിക അളവുകളെയും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ് SI യൂണിറ്റുകൾ. അതാണ് ഈ 3 സവിശേഷതകൾ. ഒന്നുകൂടെ പറയാം. ഏകീകൃത യൂണിറ്റുകളാണ്. 1. 2, അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്. 3, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. എന്ത്? SI യൂണിറ്റുകൾ. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റ്സ് ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, കുറച്ച് അടിസ്ഥാന യൂണിറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ? SI യൂണിറ്റുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. ഏതൊക്കെയാണ്? നീളം, പിണ്ഡം, സമയം, വൈദ്യുത പ്രവാഹം, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. ഇതിൻ്റെ എല്ലാം SI യൂണിറ്റുകൾ എങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം. നീളത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ, പ്രതീകം M. പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, പ്രതീകം kg. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്, പ്രതീകം S, സ്മോൾ ലെറ്റർ S ആണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ SI യൂണിറ്റ് ആണ് ആംപെയർ, ക്യാപിറ്റൽ ലെറ്റർ A എന്ന പ്രതീകം കൊണ്ട് സൂചിപ്പിക്കുന്നു. താപനില കെൽവിൻ, ക്യാപിറ്റൽ ലെറ്റർ K കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, SI യൂണിറ്റ്. പദാർത്ഥത്തിൻ്റെ അളവ് എന്നുള്ളതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്? മോൾ എന്ന് പറയുന്നത്. MOL, സ്മോൾ ലെറ്റർ MOL ആണ് പ്രതീകം. പ്രകാശ തീവ്രത കാൺല, CD, പ്രതീകം CD. ഓക്കെ, കിട്ടിയോ? കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ്. നോക്കൂ, ജയൻ കുതിരയുടെ പുറത്ത് തടവുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ആ ഒരു പിക്ചർ നമുക്കൊന്ന് ഓർമ്മ വന്നാൽ മതി. ഓക്കെ, കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ്. അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കുതിരപ്പുറത്ത് നമ്മൾ കൈ വെക്കണം, നമ്മുടെ ഹാൻഡ് വെക്കണം എന്ന് ഓർത്തിരുന്നാലും മതി. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ കുതിരപ്പുറത്ത് കൈ വെക്കുമ്പം നമ്മൾ ആദ്യം വയ്ക്കുന്ന എന്തായിരിക്കും? 4 വിരലുകളായിരിക്കും അല്ലേ? അപ്പോൾ 4 ഇഞ്ച് എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. അടുത്തത് നീളം അളക്കുന്നതിന് പണ്ട് ഉപയോഗിച്ചിരുന്ന തോതുകളാണ് മുഴം, വാര എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? മുഴം, ഇത്ര മുഴം അല്ലെങ്കിൽ ഇത്ര വാര എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പണ്ട് ഉപയോഗിച്ചിരുന്ന തോതുകളാണ്. നീളം അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന തോതുകളാണ്.
നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്ററാണ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ മീറ്റർ എടുത്തത് എന്നൊക്കെ നമുക്കിതിൽ തന്നിട്ടുണ്ട്. അതിനെ ഡിഫൈൻ ചെയ്ത് പറയുന്നില്ല. നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ പലർക്കും ഈ സയൻസ് വിഷയങ്ങൾ എടുത്ത് പഠിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബോറിംഗ് ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണ്ട പോയിൻറ്റ്സ് മാത്രം പരീക്ഷയുടെ ഒരു വ്യൂ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു പോവാം. ഓക്കെ, അടുത്തത് ഒരു അളവുകോൽ, അതായത് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഏറ്റവും കുറവാണെന്ന് അല്ലേ. അപ്പോൾ ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അളവുകോൽ ഉപയോഗിച്ച് അതായത് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. സെൻറ്റിമീറ്റർ നീളത്തിൻ്റെ ചെറിയ യൂണിറ്റാണ്, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ. അപ്പോൾ ഈ താഴ്ന്ന് വരികയാണേ ചെറിയ യൂണിറ്റായി വരുന്നത്. അപ്പോൾ സെൻറ്റിമീറ്ററിനേക്കാളും ചെറുതാണ് എന്ത്? മില്ലിമീറ്റർ. മില്ലിമീറ്ററിനേക്കാളും ചെറുതാണ് മൈക്രോമീറ്റർ. അതിന് താഴെയുള്ളത് നാനോമീറ്റർ, അതിന് താഴെയുള്ളത് ആങ്സ്ട്രം, അതിന് താഴെയുള്ളത് പൈക്കോമീറ്റർ, അതിന് താഴെയുള്ളത് ഫെർമി. അപ്പോൾ ഇവിടെ എത്ര മീറ്ററാണ് ആങ്സ്ട്രം, എത്ര മീറ്ററാണ് പൈക്കോമീറ്റർ, ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാം. വളഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വളഞ്ഞ വരയുടെ നീളം കണ്ടുപിടിക്കാൻ അവലംബിക്കുന്ന മാർഗം നമ്മൾ അങ്ങനെ ഒരു യുക്തി ഉപയോഗിച്ച് ആലോചിച്ചാൽ മതി. എന്താണ്, എങ്ങനെയാണ് ഒരു വളഞ്ഞ വര തന്നാൽ നമ്മൾ നീളം കണ്ടുപിടിക്കുക? നൂലും മീറ്റർ സ്കെയിലും ഉപയോഗിച്ച് നമുക്ക് നീളം അളക്കാൻ കഴിയും അല്ലേ. ആദ്യം എന്ത് ചെയ്യുക, ഒരു നൂലെടുത്തിട്ട് ആ വളഞ്ഞ വരയ്ക്ക് കറക്റ്റായിട്ട് പിടിച്ച് അളന്നെടുക്കുക. എന്നിട്ട് ആ നൂലിനെ മീറ്റർ സ്കെയിലിൽ അളന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും. ഇനി നോക്കാം. നമ്മൾ പറഞ്ഞു സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, ആങ്സ്ട്രം എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം അല്ലേ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അതുപോലെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്ററാണ്. എന്താണ്? 10⁻10 -10 ആണ്. 10⁻−10 മീറ്ററാണ് ഒരു ആങ്സ്ട്രം. അതുപോലെ ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻−12 മീറ്ററാണ്. ഓക്കെ, ചെറിയ അളവുകൾ എന്ന് പറയുമ്പോൾ എന്താവും? റേസ് ഒക്കെ വരും. ഓക്കെ, ചെറിയ അളവുകൾക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ നോക്കൂ, 10⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൻ്റെ ഇരട്ടിയാണ് അല്ലേ. 10 × 10 ആണ്. 10⁻3 എന്ന് പറഞ്ഞാൽ 10 × 10 × 10 ആണ്. പക്ഷേ 10⁻−2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10⁻2 എന്നാണ് അല്ലേ. 1/10⁻2, അതായത് 1/10 × 10. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ മൈനസ് വന്നു കഴിഞ്ഞാൽ ചെറിയ അളവാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻−10 മീറ്ററാണ്. ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻−12 മീറ്ററാണ്. ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻−15 മീറ്ററാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? കിലോമീറ്റർ എന്ന് പറയുന്നത്. രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലേ. നമ്മൾ ഇത്ര ദൂരം പോയി എന്നൊക്കെ പറയില്ലേ. നോക്കാം. അതേപോലെ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളുണ്ട്. അവ ഏതെല്ലാമാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗ്രഹങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കുന്നത് ഏതുപയോഗിച്ചിട്ടാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതേപോലെ പ്രകാശവർഷം, നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്നത് പ്രകാശവർഷം അല്ലേ. അതേപോലെ പാരാലാറ്റിക് സെക്കൻഡ്, അതായത് പാർസെക് എന്നീ അളവുകൾ ഉപയോഗിച്ചാണ് ഗ്രഹങ്ങളിലെയും നക്ഷത്രങ്ങളിലെയും എല്ലാം ദൂരം അളക്കുന്നത്. ഇനി ഒരു AU എന്ന് പറഞ്ഞാൽ, ഒരു AU അതായത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.496 × 10⁻11 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് അളവുകളൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.496 × 10⁻11 മീറ്റർ എന്ന് തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. അടുത്ത ഒരു പാർസെക് തന്നിട്ടുണ്ട്. 3.086 × 10⁻16 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്.
അല്ലേ? അതേപോലെ ശരിക്കും നമുക്കൊരു പാർസെക് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. കിലോമീറ്റർ പറയുമ്പോൾ കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അപ്പം എന്താണ് പ്രകാശവർഷം? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഇത് കിലോമീറ്ററിൽ എങ്ങനെയാണ് പറയുക? 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇത്രയും കിട്ടിയോ? അടുത്ത് നോക്കാം. ഒരു കിലോമീറ്റർ എന്നാൽ 10⁻3 മീറ്റർ ആണ്. 10⁻3 മീറ്റർ ആണ് അല്ലേ? 1000 മീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ? 10⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. അതുപോലെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻2 മീറ്റർ ആണ്. 10⁻2 മീറ്റർ ആണ്. ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ 10⁻3 മീറ്റർ. അപ്പോൾ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാലോ 10⁻6 മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാലോ 9 മീറ്റർ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, മൈക്രോ എന്ന് പറഞ്ഞാൽ 6 വരും, നാനോ എന്ന് പറഞ്ഞാൽ 9 വരും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഇത് ജസ്റ്റ് ട്രിക്കുകളാണ്. ഓരോ ട്രിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ ഓർത്തിരിക്കാനായിട്ട് കഴിയുള്ളൂ. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ്. ഓക്കെ, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻3 മീറ്റർ ആണ്. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻2 മീറ്റർ ആണ്. ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻3 മീറ്റർ ആണ്. അതുപോലെ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻6 മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻9 മീറ്റർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് മാസ് നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. നമ്മൾ പഠിച്ചു അല്ലേ? SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കിലോഗ്രാം അടിസ്ഥാന യൂണിറ്റായി എടുത്തത് എന്നതാണ് അടുത്തത് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ അടുത്ത പോയിന്റ് പറയണേ. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റു യൂണിറ്റുകളാണ് മില്ലിഗ്രാം, ഗ്രാം, ക്വിൻറ്റിൽ, ടണ്ണ്, അറ്റോമിക് മാസ് യൂണിറ്റ് എന്നിവ. അപ്പോൾ മാസ് അളക്കുന്നതിന് മറ്റ് അനവധി യൂണിറ്റുകളുണ്ട്. ഏതെല്ലാമാണ്? ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്, ക്വിൻറ്റിൽ ഉണ്ട്, ടണ്ണുണ്ട്, അറ്റോമിക് മാസ് യൂണിറ്റ് ഉണ്ട്. നോക്കാം. ഒരു mg എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മില്ലിഗ്രാം അല്ലേ? ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻6 കിലോഗ്രാം ആണ്. ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻3 കിലോഗ്രാം ആണ്. ഒരു ക്വിൻറ്റൽ എന്ന് പറഞ്ഞാൽ 10⁻2 kg ആണ്. അതായത് 1000 കിലോ ആണ് ഒരു ക്വിൻറ്റൽ. ഒരു ടൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വിൻറ്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. അതുപോലെ ഒരു AMU അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് 1 AMU എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1.66 ഇൻറ്റു 10⁻27 kg. ഈ മൈനസ് വരുന്നതൊക്കെ എന്താണ്? ഏറ്റവും ചെറിയ എമൗണ്ട് ആണ്. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ ഈ മൈനസ് വരുന്നിടത്ത് സംഖ്യ കൂടുതലാണെങ്കിൽ, അതായത് നോക്കൂ, ഒരു ഗ്രാമിനേക്കാളും ചെറുതാണല്ലോ ഒരു മില്ലിഗ്രാം അല്ലേ? അപ്പോൾ ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻3 kg ആണ്. ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻6 kg ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ചെറുത്? മൈനസ് എത്രയും വലിയ എമൗണ്ട് ഏതാണോ വരുന്നത് അതാണ് ചെറുത്. അതായത് -6 ആണ് ചെറുത് അല്ലേ? മില്ലിഗ്രാം ആണ് ചെറുത്. അതേപോലെ അപ്പോൾ ഒരു AMU ആണ് ഏറ്റവും ചെറിയ എമൗണ്ട് അല്ലേ? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഒരു AMU 1.66 ഇൻറ്റു 10⁻27 kg ആണ് ഒരു AMU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ? അപ്പോൾ ഇതൊന്ന് 2-3 പ്രാവശ്യം വായിച്ച് നോക്കുക. ഇനി ഏറ്റവും വലിയ എമൗണ്ട് നമ്മളെ കിലോഗ്രാമിൽ ഏതാണ് പറയുക? ടൺ എന്ന് പറഞ്ഞു. എങ്ങനെ ഓർത്തിരിക്കുക? ടൺ കണക്കിന് എന്നൊക്കെ പറഞ്ഞാൽ ടൺ കണക്കിന് ഫൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തത് സമയമാണ്. സമയം നോക്കാം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. ഡിനോട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്റർ എസിലാണ്. സമയത്തിൻ്റെ ചെറിയ യൂണിറ്റ് മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ് എന്നൊക്കെ പറയാം. ഒരു മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻3 സെക്കൻഡാണ്. ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻6 സെക്കൻഡാണ്. ഒരു നാനോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻9 സെക്കൻഡാണ്. ഓക്കെ, നമ്മൾ ഈ സമയത്തിൻ്റെ ഈ യൂണിറ്റുകളെ നമുക്ക് എന്താണ് മീറ്ററിൻ്റെ യൂണിറ്റുകളുമായിട്ട് താരതമ്യപ്പെടുത്താമല്ലോ. നോക്കൂ, ഒരു മില്ലി മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻3 മീറ്റർ ആണ്.
ശരിയല്ലേ? ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁶ മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. കണ്ടോ? ഇതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ മീറ്ററും സമയവും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കണക്ട് ചെയ്തിട്ട് ഓർത്തിരിക്കുക. അടുത്തത്, ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് എന്തെന്ന് പറയുന്നത്? ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. ഒരു സോളാർ ദിനം എന്നാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ്. ഇനി ഒരു ദിവസം, അതായത് ഒരു സോളാർ ദിനം എന്നാൽ എത്ര സെക്കൻഡാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? നമുക്ക് 24 മണിക്കൂറാണ് അല്ലേ? 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ അല്ലേ? ആ 24 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട് അല്ലേ? ആ ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ് ഉണ്ട്. നോക്കിയോ, മനസ്സിലായോ? അതായത് 24 മണിക്കൂർ, 24 മണിക്കൂറിൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. ഈ 60 മിനിറ്റിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 24 × 60 × 60 ആണ്. ഇത്രയാണ് 86,400 സെക്കൻഡാണ് ഒരു ദിവസം, അതായത് ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? അടുത്ത്, പണ്ട് കാലത്ത് മനുഷ്യർ നിഴൽ നോക്കി സമയം നിർണ്ണയിച്ചിരുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് എന്ത്? നിഴൽ ഘടികാരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് വിൽപ്പന യൂണിറ്റുകൾ. എന്താണ് വിൽപ്പന യൂണിറ്റുകൾ? നമ്മൾ പഠിച്ചത് ആദ്യം ഒരു SI യൂണിറ്റ് ആണ് അല്ലേ? SI യൂണിറ്റ് നമ്മൾ പറഞ്ഞു. SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനെയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ വിൽപ്പന യൂണിറ്റുകൾ, അതായത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? ഇത് ചോദിച്ചിട്ടുണ്ട്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അതായത് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് വിൽപ്പന യൂണിറ്റുകൾ നിർമ്മിക്കുന്നത് എന്നാണ് അർത്ഥം. എന്താണ്? അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കാം. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണം അല്ലേ? പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണം m² അല്ലേ? നീളം ഇൻറ്റു വീതി m² അല്ലേ? നീളം മീറ്ററിലാണ് പ്രസ്താവിക്കുന്നത്, അതുപോലെ വീതി മീറ്ററിലാണ്. അപ്പോൾ എന്താണ്? m × m² അടുത്ത വ്യാപ്തം എന്താണ്? m³ ആണ് അല്ലേ? m³ ആണ്. m × m × m³ അടുത്ത സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഒരു എത്ര പദാർത്ഥത്തിൽ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര മാസ് അടങ്ങിയിട്ടുണ്ട്, എത്ര വ്യാപ്തത്തിൽ എത്ര മാസ് അടങ്ങിയിട്ടുണ്ട്, അതാണ് സാന്ദ്രത എന്ന് പറയുന്നത് അല്ലേ? kg/m³. വേഗത m/s, ഇത്ര സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു, അതാണ് വേഗത. അടുത്ത ത്വരണം m/s² അല്ലേ? അടുത്ത എന്താണ്? ബലം kg/m/s², ന്യൂട്ടൺ ആണ്. അടുത്ത പവർ. ഇതെല്ലാം നമ്മൾ കണക്കാക്കിയത് ഏതിലാണ്? മീറ്റർ, അതുപോലെ കിലോഗ്രാം, സെക്കൻഡ്, ഇതൊക്കെ അടിസ്ഥാന യൂണിറ്റുകളാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പരപ്പളവും വ്യാപ്തവും സാന്ദ്രതയും വേഗതയും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം യൂണിറ്റുകളെ വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ബലത്തിൻ്റെ എത്രയാണ് യൂണിറ്റ്? kg/m/s², അതായത് ന്യൂട്ടൺ ആണ്. പവർ എന്ന് പറഞ്ഞാൽ J/s, അതായത് വാട്ടാണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? N/m², അഥവാ പാസ്കൽ ആണ്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം യൂണിറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എന്തായാലും ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മൾ എഴുതി തന്നെ പഠിക്കുക, അപ്പോൾ നമുക്ക് ഉറച്ചിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്